അണ്ണാ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ ചതിച്ചണ്ണാ അണ്ണോ അണ്ണന്റെ മുറപ്പണ്ണു ഒരു തടിയിലും കൂടെ താഴെ നിൽക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണന്റെ സ്വന്തക്കാരാണെന്ന് തോന്നുന്നു വേറും ചത്തലും എങ്കിൽ എന്റെ അമ്മാവനെ ശ്രീകുട്ടിയുടെ അച്ഛൻ എല്ലാ ഗെറ്റടി അമ്മ വന്നിരിക്കുന്ന പെണ്ണ് കാണാൻ പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. വാ പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്ക പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ പിന്നെ ബസ് സ്റ്റാൻഡിലെ അല്ല പിന്നെ ട്രെയിനിലാണ് ടാക്സിയില. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ. ഇവന്റെ വീടാ ഇത്. സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കുട്ടപ്പൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു. പക്ഷേ പിന്നെ വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ കാറിലാണ് കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. വരണം കഥ തുറക്കാം. ഇരിക്കണം. പിന്നെ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും. കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് നമ്മള് ചിരിച്ചിരിച്ച് സമാധാനക്കാരനാണെന്ന് പറഞ്ഞെങ്കിൽ ഇത്ര വലിയ ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുകുന്ന അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാൽ ഇതാണോ? അതെ അതെ. അയ്യോ, ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. അമ്മാവ സാരമില്ല അമ്മാവ. പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട്. ആരെ കണ്ടാലും പതിവാ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം കൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ല അല്ലേ മോളെ? എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല, എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. ചായ. വേണ്ട, നേരമില്ല. അത് പറ്റില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹം നീട്ടിക്കൊണ്ടുപോയാൽ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവയും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതിയായി. എത്ര നാളായിട്ടാ ഞാൻ ഇവിടെ ഒറ്റത്തടിയായിട്ട്. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റുമോ? അല്ല, എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ചൊന്നുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ലത്. അപ്പൊ ചായ വേണ്ട. നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്കകം ഞാനവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു. കമ്പനി വണ്ടി കൊണ്ടുവിടും. കമ്പനി വണ്ടി കൊണ്ടുവിടും. അമ്മാവനെ എലിനെ ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി. നമ്മൾ കമ്പനിക്കാരെ പോകാം സാർ. കമ്പനിക്കാരാ നിന്റെ നോക്കാൻ എനിക്ക് ആവശ്യമില്ല. വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം. കേറുമ്പോളെ ഇതാ ഇതിൽ തന്നെ പോണോ സാർ? നമുക്ക് കമ്പനിക്കാരെ പോയാ പോരെ സാർ? ഒന്നും പറയണ്ട, പോ. അയ്യോ, അടുത്ത മുകളിലുള്ള രണ്ടും കൂടെ ഇടിച്ച് തൊലയും. എലീന എന്ന് വരും? വരുമ്പോ അറിയിക്കാം. മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഞങ്ങൾ കാത്തിരിക്കും. അയ്യോ, അവിടെ ആരുമില്ല.
വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല. താക്കോലുണ്ടെങ്കിൽ തുറക്കണം. എങ്ങനെ അവരെല്ലാം ഇല്ല എന്താ കുട്ടപ്പേ പറയുന്നത്? മാറി നിൽക്ക്. അതല്ല. അയ്യോ തൊലഞ്ഞ് ഇന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മുകളിലോട്ട് വരിക. ഇപ്പൊ വരും. ഇപ്പൊ വരും. ബൈ അലീന. വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ്. ഹായ്. പോയോ? കം കം. വരൂ വരൂ. കുട്ടപ്പാ വണ്ടി എടുക്ക. എന്താടാ? അപ്പൊ കണ്ടില്ലേ എന്തോന്ന്? നിനക്ക് എന്താടാ വണ്ടി എടുക്കാൻ? എന്തായാലും വേണം. ടിക്കമ്മായി. എന്താ? ബോംബെ ഫ്ലൈറ്റ്. ഹലോ. അല്ലെന്താ ലീവിലാണോ? അതെ. ഫ്ലൈറ്റ് സമയം മാറ്റിയപ്പോ വലിയ സൗകര്യമായി. ഇന്ദുവിനത് വളരെ സൗകര്യമായി. പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിങ്ങും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകുമേ. ഇപ്പോഴത്തെ ടൈമിംഗ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയം മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം. അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ എയർലൈൻസിന് കഴിയുമോ? അതില്ല. കുറച്ചുനാൾ ഒരാൾ സൂഹിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂഹിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ന്യായം. ദാറ്റ്സ് റൈറ്റ്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കരായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. ഇന്ദു തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ലെന്നേ. സത്യം. സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഓ, ഐ എം സോറി. അയ്യോ, എത്ര വർഷം കിടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല. ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട. ഇന്ദു അകത്തെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ എണ്ണയുമായിട്ട് അങ്ങ് വരാം. ഓക്കെ. അയ്യോ, ഇത് നല്ല ഇനമാ. കംപ്ലീറ്റ് തടയാൻ. റിലാക്സ് 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 റിലാക്സ്. ഉളുക്ക് പോയി. പോയോ? ഇങ്ങനെ അങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. ആര്? പത്മയോ? എയർപോർട്ടിന്നോ? ഓ, അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ഫ്ലാറ്റിൽ പോണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ? ഇതിനൊന്നും നേരം കാലം ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. കുരിശ പട്ടത്ത് പെണ്ണെ. ഫോട്ടോ ഞാൻ ശരിയാക്കണം. അപ്പുറത്ത് റൂമിലെടുക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി അതിനകത്ത് തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല, ആകെ കൂടി അബദ്ധമായ നീ ഇതിന്റെ അകത്ത് അടയിരിക്കാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണോ? എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ്. ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങിപ്പോകാൻ പറയത്തറ.
നോക്കിക്കോ, നീ ഇതിനനുഭവിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അനുഭവിച്ചോളാം. കേൾക്കും എന്നിട്ടുണ്ടല്ലോ. അയ്യോ നോൺസെൻസ്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ അനിൽ. എനിക്കറിയാലോ. റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീൻ കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ചാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കതത്ത് പുറത്ത് കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോ അതിന്റെ മണം എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഒരിടത്ത് വെച്ച് എന്റെ പത്മ ആഹാരം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടമോ? അപകടം എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്നത് തന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിയലി ട്രൂലി താങ്കിങ് യു. യു ആർ സിൻസിയർ. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്താ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം. കോമൺ സെൻസ് നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറുന്നേ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന് നീ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ല ഭീഷണിപ്പെടുത്താനുണ്ടോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ സമ്മതിച്ചു. എനിക്ക് ഷർട്ട് മാറുന്നേ. എവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് പറ്റ പിടിച്ചോ മറ്റു ചോദ്യം തരില്ല. ഇതെന്താ? ഏതെന്താ? ഏത്? ആരുടെ തന്നെ ലേഡീസ് ബാഗ്? അതെ, ആരുടെ തന്നെ ലേഡീസ് ബാഗ്? ഓ, ഇത് എന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. പത്മ ഒരുങ്ങുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ. എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താണെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പോ മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂലിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാണ്. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ശ്യാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്താടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖനാടാ. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണ്ട, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പിടിച്ചാണോ നിനക്ക്? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണോ? ഈ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായില്ല. പത്മ എതിർത്ത് സംസാരിച്ച് എന്നെ കൊന്നാളെ. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കുറെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് എന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം.
എടാ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേടി കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത് What happened? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഒരു ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അല്ല അല്ലേ അല്ലയാ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന് പ്രായം നോട്ടമില്ലല്ലയാ. ശ്യാം, എന്താ എന്താ കാര്യം? നോക്കിന്ദു, അനിൽ പോവാണെന്ന്. എന്തു പറ്റി അനിൽ? എന്തിനാ പോകുന്നത്? ഇന്ദു പറയാണെങ്കി ഞാനെങ്ങും പോകുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ? ഞാനില്ലേ ഇവിടെ. ഇങ്ങോട്ടെ, ഞാൻ വേഗം വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് റെഡി. ആർക്കാ വെജിറ്റബിൾ സൂപ്പ്? പിന്നെ വെജിറ്റബിൾ സൂപ്പ് വന്നിട്ട് പിന്നെ അനില്ല. അതെ, ഇവനില്ലേ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി പ്രധാന ആഹാരം അതാ. ചേച്ചേ, ചുമ്മാതല്ല അനിൽ പിത്തം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പും കോപ്പും വിളിക്കളഞ്ഞേരെ. ഇനി ഇന്ദുവിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യട്ടെ. എക്സസൈസ് ചെയ്തിട്ട് വരുമ്പോ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി സില്ലി.